ബാലരാമനാടാ? അതെ, ഞാൻ ബാലരാമനാ. ആ, നീ ഇവിടെ വരുന്നു പറഞ്ഞല്ലോ. ഒരാഴ്ച പെട്ടെന്ന് വരണം. ഇതാ വരുന്നു, ഉടനെ വരാം. ഹലോ, ആരാ? നിന്റെയൊക്കെ അമ്മയെ കെട്ടിയ പിശാച് തന്നെയാ. അയ്യോ ചേട്ടാ, അച്ഛനാ. സാമേട്ടനെ വിളിക്കട്ടെ അച്ഛാ? വേണ്ട, നീ അവനെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. വന്നേക്കാം അച്ഛാ, ഉടനെ വന്നേക്കാം. പൂമുഖത്തേക്ക് ഫോട്ടോ മരിച്ചാണെന്ന് തോന്നില്ല. കൊള്ളാല്ലേ? അച്ഛൻ കാണണോന്ന് പറഞ്ഞ എന്തിനാണാവോ? നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെയൊക്കെ ജീവിതം തകർക്കായിരുന്നെന്ന്? നിങ്ങളെ ആരെയും കല്യാണം കഴിക്കാൻ പോലും സമ്മതിക്കാതെ ഞാൻ നിങ്ങളെ നശിപ്പിക്കായിരുന്നു. അച്ഛൻ എന്താ ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നത്? ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. തോന്നണുണ്ടോ എന്ന്? ഇല്ല, അങ്ങനൊന്നുമില്ല. എനിക്കും ഇല്ല അച്ഛാ. പണ്ട് ഈ പ്രേമന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, ആദ്യം ബാലരാമൻ കല്യാണം കഴിക്കട്ടെ എന്ന്. അവൻ സമ്മതിക്കട്ടെ എന്ന്. ഇപ്പൊ ഞാൻ ആ വാശി ഉപേക്ഷിക്കാം. അവന് വേണ്ടെങ്കിൽ വേണ്ട, ഇനി ബാക്കിയുള്ള കല്യാണം നടക്കട്ടെ. ഒരു പെണ്ണുണ്ട്, 5 അടി പൊക്കം, മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, ദാ ഇത്രയും മുടിയുണ്ട്. അസലായിട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. അങ്ങനെ എടുത്തി മതിയോ? മതി, അത് മതി. ഇനി ഒന്നും ആലോചിക്കേണ്ട ഗോപാലകൃഷ്ണ, അവളെ ഫിക്സ് ചെയ്തേ. എങ്കിൽ അങ്ങനത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത്. കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നമ്മള് 3-4 പേരില്ലടാ. അതിനെന്താ, പഞ്ചപാണ്ഡവന്മാര് 4 പേരും കൂടിയല്ലേ പണ്ട് ദമയന്തിയെ കെട്ടിയത്? ദമയന്തി അല്ലടാ, കുന്തി. കുന്തി എങ്കിൽ കുന്തി കെട്ടിയല്ലോ, അതേപോലെ എവിടെ ചെയ്യട്ടെ അല്ലേ മഹാദേവ? പോടാ. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യ പ്രവർത്തത്തെ. ബാലകൃഷ്ണ, ഗോപാലകൃഷ്ണ. അത് ശരി, നീ ഇവിടെ നിന്ന് തലേമ ഗോപുരമണിയാ. അവന്റെ ഒരു മുടിഞ്ഞൊരു ഒരുക്കും. ഒന്ന് വണ്ടി കയറത്തണ്ടി. ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ആ കഷണ്ടി തണ്ടിയാ. പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. കുറച്ചും കൂടി നേരത്തെ പുറപ്പെടണോ? അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്നു. വേണമെങ്കിൽ ഇനിയും നേരത്തെ പുറപ്പെടാമെന്ന്. അതെങ്ങനെയാ? അരമണിക്കൂർ മുമ്പ് അവർ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലും നേരത്തെ അവരെങ്ങനെ പുറപ്പെടും? ഷോ, അത് ശരിയാണല്ലോ. ഹലോ, എന്തടോ? നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് എവിടുന്നാ സംസാരിക്കുന്നത്? ഇത് ഇവിടുന്നല്ല, ബൂത്തിന്നാ. ബൂത്തിന്ന്? ആ, വഴിയിലൊരു ബൂത്തിന്ന്. അവരവിടുന്നല്ല സംസാരിക്കുന്നത്, വഴിയിലൊരു ബൂത്തിന്ന്. ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെ, ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അത് എന്നോടല്ല, അവരോട് ചോദിക്കും.
ഹലോ, ഇത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെങ്ങനെയാണോ താൻ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഞങ്ങൾ നിൽക്കുന്നത് ബൂത്തിലല്ലേ? ബൂത്തിലെ നമ്പർ തനിക്ക് എങ്ങനെ അറിയാം? ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണാണ്. ഓ, കൺഫ്യൂഷൻ ആയല്ലോ. ആ, ഏതായാലും നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ. വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാം. മതിയോ? ആ, പുറപ്പെടു. അവരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. ഞാനത് പറഞ്ഞ് 1 മണിക്കൂർ മുമ്പേ ആക്കി. എന്താ പോരെ? വണ്ടി കയറി, വണ്ടി കയറി, വണ്ടി കയറി. ഈ സമയം കളയണ്ട. കയറി കയറി. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? ബ്രേക്കിന് ഔട്ട് ചെയ്ത്. അധികം ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ഓടിച്ചോളി. നിങ്ങളോ? അല്ല, സാറിന് തോന്നിയല്ല ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അല്ല സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. താൻ മിണ്ടായിരിക്കണോ? എന്നെ ഓവർടേക്ക് ചെയ്യാൻ ഒരുത്തരെയും ഞാൻ സമ്മതിക്കില്ല. അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല. വണ്ടി കൊടുക്കടാ, കൊടുക്കടാ അങ്ങോട്ട്. ഏത് എരപ്പാടിയാണ് നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത്? പ്രശ്നം ഉണ്ടാക്കരുത്. കഷ്ടകാലത്തിന് എന്റെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചത് അമേരിക്കന്നാ. അവിടെ സൈഡ് കൊടുക്കത്തില്ലെന്ന്. കാലുമടക്കി ഒരു ചവിട്ട് കൊടുത്താലേ ഏത് അമേരിക്കക്കാരനും സൈഡ് വരും. ചവിട്ട് ഞാൻ കെടുത്തോളാം. ആശാൻ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാദികൾ കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ? കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെന്ന് കരുതിയാ. സാറ് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടും. നിനക്കെന്താ ചീങ്ങന്നുണ്ടോ? ഒരു വക കണ്ണടയും ടൈയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ, പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. മുണ്ട് മുണ്ട് ഉടുതണി ഉടുതണി. പ്രഭാകര,
വരിക വരിക. നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ട് തിരിക്കാം. ദാ. കുട്ടിക്കിപ്പോ ദശാസന്ധ്യ, ലേശം മനപ്രയാസൊക്കെ ഉണ്ടാവും. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. പക്ഷെ താടി വളരും എന്താന്നറിയില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാ. പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച. കഷ്ടായി. എവിടെ വെച്ചാണെന്ന് മറന്നിരിക്കണോ? എത്ര ആയിട്ടും അങ്ങോട്ട് കിട്ടണില്ല. തിരുമേനി മറന്നു. ഹൈ, സണ്ണി. അമ്പട കേമാ സണ്ണി കുട്ട. നീ എന്നെ പറ്റിച്ചുട്ടോ. ഹൈ, എന്താ കഥ? നിന്നെ ഞാൻ മറക്കേ. ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീക്ഷില്ല. ആശ്ചര്യം എന്ന് പറഞ്ഞാ മതി. പങ്കൻ തടിച്ചുട്ടോ. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നണു. അറിയോ, ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ 2 പ്രബന്ധങ്ങൾ ഇവന്റെയാ. നീ അമേരിക്കയിൽ എവിടെയായിരുന്നു? അത് പിന്നെ അമേരിക്കൻ ജംഗ്ഷനിൽ. അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അമേരിക്കൻ ജംഗ്ഷനില്ല പോലും. ജംഗ്ഷനില്ലാത്ത നാടുണ്ടോ? അങ്കിൾ ഒന്നുകൂടെ വിളിക്കൂ. ആന്റിയെ കൂടെ വിളിക്കൂ. എന്താ കുഞ്ഞ് വിശേഷിച്ച്? അങ്കിൾ ആന്റിയെ കൂടെ ഒന്ന് വിളിക്കണം. പറയാം. തങ്കം തങ്കം നമുക്ക് ഈ തള്ളയെ കറക്കി എടുത്താലോ? ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു. അതിനവര് ചായയും കാച്ചിക്കൊണ്ട് വന്നല്ലേ പറ്റൂ. ചായയാ? ഡോൾമമായി ഒരു ചായ. ध्यान देखी कोती चे कैसा का പൂലാൻ ദേവിയോ? ചായയല്ലേ ചോദിച്ചുള്ളൂ, ചാരായം ചോദിച്ചില്ലല്ലോ. कियाडे അല്ല, ചായ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കേ. എന്താ ഇത്? ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനെയാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. വേഗം കൊണ്ടാവനെ, ദാഹിച്ചിട്ട് തൊണ്ട പൊട്ടാറായി. പഞ്ചാര കൂടുതലാണ്, നന്നാറി എസൻസ് ചേർത്തിട്ടില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ഇപ്പൊ വേണ്ട. എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? വേണ്ട, ഞാൻ തയ്യാറെടുപ്പിച്ചോളാം. എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. കല്യാണത്തിന് ആർഭാടങ്ങളൊന്നും പാടില്ല. ഞാൻ അധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും, ഒളിവിൽ. ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം. കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും. താനൊരു ഭ്രാന്തരെയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടുവന്നിരിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതൊരാനയല്ല. അല്ല ഇത് തേങ്ങയല്ല. അല്ല ഇത് ഒലക്കയുമല്ല. അല്ല. നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് ഭ്രാന്തില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സ്വയം തെളിയിക്കാനുമാണ് ഇത്രയും പറഞ്ഞത്. നിങ്ങക്ക് പാടാൻ അറിയോ? ഞാൻ മാത്രമല്ല, അവരെല്ലാവരും നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നേരാ തിരുമിനി, ഈ പച്ചൻ പള്ളി കൊടുത്ത് പോയിട്ടില്ല. ഓവറാക്ട് ചെയ്ത് ചളവാക്കലടാ പുല്ലേ. ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു. സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല, ഉസ്താദ് അലവലാദ് ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കീച്ചു കിച്ചി. ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. കുളിരിനോ
വെരി ഗുഡ്. അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നുമല്ല, അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ്. എന്റെ അച്ഛൻ പാടുമായിരുന്നു, ഞാൻ പാടും, കുറച്ചൊക്കെ അവനും പാടും. അമ്മ വീടാണല്ലോ. തടയണ്ട, നീയൊക്കെ ഒരു അശുവാണ്. അകത്തേന്ന് പഞ്ചാബിലോട് ഹിന്ദിയിൽ പറ, ഗംഗാധര മുലാളി രമണനും വന്നേക്കും, കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ. വേണ്ടി വന്ന ഇവിടുത്തെ സിംഗന്മാരായിട്ടൊരു കുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുസ്തി പഹൽവാൻ. ആ പഹൽവാൻ അന്റെ കൈ. ഹരിതനിബിഡവനമടിയിലെ ജലതമിടയും മലമുടിയിലെ അമര സമര ധ്വജമുയർത്തി അടിമ ജീവിതം മുഴച്ചരുതിരതാരമേ. വോട്ട് ചോദിക്കാൻ പറ്റിയ സമയം. പോകാം. അങ്ങോട്ടല്ലടാ ഇങ്ങോട്ട്. സലാം സാബ്. സർദാർജി നമ്മുടെ ബോട്ട്. ബോട്ടോ? ഇവിടെ ബോട്ടുമില്ല, ബോട്ടിലുമില്ല. ഓടാ. എന്റെ ഭായി ചതിക്കരുത്, ഉപജീവനമാ. അതും കൂടി പോയാൽ. കാശ് ചോദിച്ച ആളെ അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത്? വെലസിയ തട്ടിക്കളയും എന്നൊക്കെ അല്ലടാ. എന്റെ ഭായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. നീ പറയും. നിനക്ക് സാധിക്കുമെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങ്. ധൈര്യമുണ്ടേ കേരടാ. ബോട്ട് ഫ്രീ ആയി കിട്ടോ? കിട്ടും. അപ്പൊ കാശോ? നീ ഒറ്റ പൈസ ബാക്കി തരണ്ട, അതും ഫ്രീ. ഞങ്ങളുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. കത്തി താഴെയിട. നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെയിട. മണവാളിന്റെ അച്ഛനാ? മണവാളിന് ഇത്രയും ഭംഗിയുള്ള തന്തയുണ്ടെന്ന് എനിക്കറിയില്ല. ദേ കണ്ടാ പറയില്ല, ഒരു മാച്ചും ഇല്ല. നിന്റെ അച്ഛൻ അച്ഛൻ ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് ഞാൻ എന്റെ അമ്മ കൊടുത്ത വാക്കാ. എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തല്ലി പൊളിക്കുമെന്ന്. എന്താ എന്റെ അമ്മയെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഞാൻ. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ അച്ഛൻ. നോ, എനിക്ക് ഇങ്ങനത്തെ ഡാഡി വേണ്ട. നിങ്ങൾക്കറിയോ, 3-ാമത്തെ വയസ്സിൽ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുമ്പോൾ പള്ളിയിലെ അച്ഛന്മാരെ കാട്ടിത്തന്ന് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. ധാരാളം പ്രത്യേകതകളുള്ള വണ്ടിയാണിത്. ഈ കാറ് ജെയിംസ് ബോണ്ടിന് പോലുമില്ല. അതെന്താ? ഈ കാർ എന്റെ അടുത്തിരിക്കുകയല്ലേ. ഹലോ മിസ്റ്റർ പവനായി, വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു. സ്വാഗതം. വന്നാട്ടെ. യാത്രയൊക്കെ സുഖമായിരുന്നു. ഐ എം എം.എ. ധവാൻ. പ്ലീസ് ടു മീറ്റ് യു. ഓക്കെ. ഇത് വിജയൻ, ഞങ്ങളുടെ കമ്പനിയിലെ ഗോഡൌണില് ചുമടെടുക്കുന്നവരാ. ഒരു നിമിഷം ഒന്ന് വരും. ഓക്കെ, എക്സ്ക്യൂസ് മീ. എന്താ? മനുഷ്യനെ താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ഞാനും 3 ഡിഗ്രി തോറ്റ നീ ഒരിക്കലും തൊഴിലാകില്ല. ഇവിടെ അത് കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. നിന്റെ ഈ കോംപ്ലക്സ് മരിച്ചാലും മാറില്ലടാ. ആവർത്തിച്ചാൽ ഞാൻ മഹാ തറയാകും. ഇനി എന്തോ തറയാകാൻ, നീ തറയാണ്. ബ്യൂട്ടി ഫസ്റ്റ്. Look man, I am not an Alabalaji. I am Pavanai, a real professional killer. You can select your own weapon. അമ്പും വില്ലും കൊണ്ട് ചാവണോ, ബോംബ് വേണോ, അതോ പിസ്റ്റൾ മാത്രം മതിയോ? Come on. No? I will select. കളിത്തോക്കടുത്ത് മാറ്റാ. കളിത്തോക്കണാശനെ നിന്ന് കഥാപ്രസംഗം നടത്താതെ തന്റെ കാല് തല്ലി ഒടുക്കണ.
പൂരമായി പൊടി പറത്തിയൊരോളമായി ചുണയുടെ പെരും പടമെടുത്തൊരു ചെറുപടയുടെ ഭരവിത തകിലടിച്ചൊരു മുകിലപാടി നഗര മുകളിൽ മംഗളങ്ങൾ കുരവയായി കുഴലുമായി കൊടുമുടി കൊടുക്കരുളും എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. റബ്ബർ എസ്റ്റേറ്റ് കാണിക്കാനുള്ളത് ടാറ്റ എസ്റ്റേറ്റ് കാണിക്കും. ആണം കിട്ടും. താനൊക്കെ മറ്റേ ചിട്ടയൊരാളല്ലേ? ശരിയാ, ഞാൻ തെറ്റ് ചെയ്തു, ചെയ്യാൻ പാടില്ലാത്ത ഒക്കെ ചെയ്തു. പക്ഷെ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലോ, ഞാൻ ഉണർന്നേനെ. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. ഈ നാട്ടിൽ ഈ നാരായണൻ നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. കിളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. പുറത്ത് പോലീസുകാർ നിൽപ്പുണ്ട്. അവരോട് അകത്ത് കയറി വരാൻ പറ. എന്താടോ മിസ്റ്റർ തമ്പുരാനെ, പോക്കിരി തരത്തിനത് അതിരില്ലടോ. എന്തു ആവാന്നോ? ഇതെന്താ ഡൽഹിയാ ബോംബെയാ? തെമ്മാടി മുട്ടുകാലി എടിക്കടാ, 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 എടിക്കടാ. നിങ്ങൾക്കുള്ളതാണ്. എന്നെ ആരാ ഇപ്പൊ വിളിക്കാൻ? കുവൈറ്റിലുള്ള അളീനാവോ? ഹലോ, ഭരതനോ? ഭരതൻ നിന്റെ അച്ഛൻ ഭരതനെ സൈന്ന് പറയടാ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അതെന്താ പോലീസുകാർക്ക് എന്താണ്? ഡയലോഗ് പറയണം. അപ്പൊ ഇയാൾ ആദ്യം പറയുമ്പോ ഞാൻ പറയണ്ട, ഇയാൾ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞു. നോക്കി. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചവാദ്യം. പഞ്ചവാദ്യല്ല പഞ്ചായത്ത്. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പറക്കി. കൃഷ്ണൻകുട്ടി എന്റെ വീട്. എന്തീ പറയുന്നേ? കൃഷ്ണൻകുട്ടിയല്ല രാമനായർ. അപ്പൊ കൃഷ്ണൻകുട്ടി ചേട്ടാ ഓടിക്ക് പോയി. കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇനി രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. രാമനായർ. ഒരു ഗ്ലാസ് വെള്ളം തന്നെ. ഡയറക്ടർ ഒന്ന് പിടിച്ചേ, പിടിക്ക്. ഞാൻ റെഡി. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. വെള്ളം തന്നെ. ഈ തെണ്ടികളോടൊന്നും ചിരിക്കണ്ടെന്ന് പറ, അതാണ് എന്റെ പ്രശ്നം. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീട് ഞാൻ അരിച്ചു പെറുക്കി. എനിക്ക് മനസ്സിലായി. ആക്ഷൻ! പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്ത് അരി മുഴുവൻ പെറുക്കിയെടുക്കാൻ ആര് പറഞ്ഞു? പിന്നെ ചുമ്മാ ഇങ്ങനെ വടി പോലെ നിന്ന് ഡയലോഗ് പറഞ്ഞാ പോരാ, മൂവ്മെന്റ്സ് വേണം. നോക്കി ഈ വരകണ്ടോ? അതിൽ കൂടെ ഒരു ഇഞ്ച് തെറ്റാതെ മൂവ് ചെയ്ത് പറയണം. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. മനസ്സിലായില്ല. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. ഇതില് ഏതാണ് മനസ്സിലാവാത്തത്? അപ്പൊ ലൈറ്റപ്പ് ഒന്നും ചെയ്യണ്ടേ? ചെയ്യണം. ലൈറ്റപ്പ് ചെയ്തോളൂ.
ആദ്യം ക്യാമറ എവിടെ വെക്കണമെന്ന് പറയൂ. ക്യാമറ ക്യാമറ ഇവിടെ എന്തെങ്കിലും വെക്കണ്ട, കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. മാറ്റി വെച്ചോ. സ്റ്റോറി ബോർഡ് എവിടെ? സ്റ്റോറി ബോർഡ് ഉണ്ടായിരുന്നു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. സ്ക്രിപ്റ്റ് എടുക്കാൻ മറന്നു. പിന്നെ എന്താ ഷൂട്ട് ചെയ്യേണ്ടത്? അപ്പൊ ഏത് ഷോട്ടാണ് ആദ്യം? നമുക്ക് എല്ലാ ഷോട്ടും ആദ്യം തന്നെ എടുക്കാം. ഒന്നുകിൽ ഇവന്മാർക്ക് ഭ്രാന്ത, അല്ലെങ്കിൽ ഫ്രോഡുകൾ. കൂടുതൽ വെച്ചോണ്ടിരിക്കാതെ ഓടിക്കുന്ന നല്ലത്. സാറ് വിഷമിക്കണ്ട, സംഗതി ഞാൻ ഷൂട്ട് ചെയ്ത് തരാം. അത് മതി, കാശ് കുറച്ച് ചെലവായതാണ്. ഡയറക്ടർ സാറേ, സാർ ഇതിനു മുമ്പ് എത്ര ആഡ് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞ? ഒരു 10-15 എണ്ണം ചെയ്തിട്ടുണ്ട് സാർ. സാർ ക്ഷമിക്കണം, ഞാൻ സത്യം പറയാം. ഇവൻ പറഞ്ഞു ഡയറക്ഷൻ എളുപ്പപ്പണിയാണെന്ന്. ഞാൻ ഇതുവരെ ഒരു ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല സാർ. രണ്ടണ്ണന്മാരും കൂടി ആളുകളെ പറ്റിക്കാറിങ്ങിയിരിക്കുകയാണല്ലേ? തടി കടാവണ സ്ഥലമുട്ടോ. എല്ലാരും കൂടെ ഒരുമിച്ച് ജായന്റെ സ്ഥിതിക്ക് ഒരു കുടുംബ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് പാടേ. എന്തൊരു വർക്ക് ഫ്രെയിം ചെയ്ത് വെക്കാം, എന്തൊരു ചില്ലിട്ട് വെക്കാം. ഒറ്റ ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ. ബാക്കോട്ട് ഡോറ് കാർന്ന കോലത്തിലെക്കില്ല. ക്യാമറ റോളിംഗ്. ആക്ഷൻ. ഒന്നുകൂടി ആക്ഷൻ. എന്നോടല്ല പട്ടി. ആക്ഷൻ. അതല്ല ഒന്നുകൂടി ചിരിക്കാണ്ട് സ്ലോ മോഷനിൽ എടുക്കുന്നത്.